മലയാളം കേട്ടു, തമിഴ് കേട്ടു. ഇനി നമുക്ക് ഏത് ഭാഷയാണ് കേൾക്കേണ്ടത്? ഉറുദുവോ? ഏതാണ്? അതെ, ഒരു തകർപ്പൻ ഹിന്ദി ഗാനവുമായി വരുന്നു. ഈ ഗാനത്തെ പറ്റി എനിക്ക് വിശേഷിപ്പിക്കാനുള്ളത്, എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒന്ന് ഷാരൂഖ് ഖാനെ നേരിട്ട് കാണണം എന്നുള്ളത്. അത് ഈ ജനുവരി 6-ാം തീയതി സാഫല്യമായി. ഷാരൂഖ് ഖാന്റെ കൂടെ പാടാനും പറ്റി, ഡാൻസ് ചെയ്യാനും പറ്റി. അതും പോരാണ്ട് ഷാരൂഖ് ഖാന്റെ കൈകളിൽ കിടന്നുകൊണ്ട് പാടാനും പറ്റി. അതിന്റെ വെടിക്കെട്ടായിരുന്നു അത്. എന്നെ സംബന്ധിച്ച് അത് മരിച്ചാലും ഞാൻ മറക്കൂല. അത്ര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഷാരൂഖ് ഖാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ, ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയ ഏതായിരിക്കും? ചമ്മക് ചല്ലോ എന്ന ഗാനവുമായി വരുന്നു പ്രകാശ് ബാബു. You be my chammak challo, aisa sharmana aaja nach ke dikale, aa mere hore aaja mere lagi raade, aa meri akhiyon mila le, aa dura nak re dikha. Wanna be my chammak challo, oh oh, wanna be my chammak challo, oh oh, wanna be my chammak challo, oh oh, wanna be my chammak challo. ബാബു, താങ്ക് യു. അടുത്ത ഗാനം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കറുത്തിരിക്കുന്നവർക്കും വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് തരാൻ പോകുന്ന പാട്ടാണ്. ആരും കറുത്തിരിക്കുന്നവരാരും ഒരു ശകലം പോലും സങ്കടപ്പെടരുത്. കറുപ്പിന് 7 അഴകാണ്. കറുത്തിരിക്കുന്നവരിൽ എത്രയോ സുന്ദരന്മാരിയ്ക്കുന്നു, എത്രയോ സുന്ദരിമാരിയ്ക്കുന്നു.
അതുകൊണ്ട് തന്നെ കറുപ്പിന്റെ മാഹാത്മ്യം അല്ലെങ്കിൽ ഗുണഗണങ്ങൾ വാഴ്ത്തിപ്പാടുന്ന ഒരു ഗാനമാണ് ഞാനിപ്പോൾ പാടാൻ പോകുന്നത്. സാധാരണ ഈ കൂട്ടത്തിൽ നിന്ന് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചേട്ടനെ കണ്ടുപിടിക്കാറുണ്ട്. അതാണ് ഞാൻ നോക്കുന്നത്. നോക്കട്ടെ. വാ ചേട്ടാ, വാ വാ വാ. ആ മൊബൈൽ പൊക്കി കാണിച്ച ചേട്ടൻ വാ. അതിന്റെ ഇടയ്ക്ക് ഫോൺ വിളിക്കാൻ പോയോ? വാ വാ വാ. എനിക്ക് മിനിമം ഒരു 50 വയസ്സ് മേലെ പ്രായമുള്ള ആൾക്കാരോടാണ് അവരെ വിളിച്ചാലാണ് താല്പര്യം കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ചാല് അവർക്കൊരു വിചാരമുണ്ട്, ഞങ്ങൾക്ക് പ്രായവും വയസ്സൊക്കെ ഇനി പിള്ളേരാട്ടെ, അവര് ഡാൻസ് ചെയ്യട്ടെ. അതല്ല, അവരെ നമ്മൾ നല്ല ഉഷാറാക്കി ഡാൻസ് ചെയ്യിപ്പിക്കാനൊക്കെ റെഡിയാക്കി എടുക്കുക. ചേട്ടാ വാ, ചേട്ടാ വാ. ചേട്ടനെ ഒന്ന് സ്റ്റേജിലോട്ട് കയറ്റി വിട്ടേ. വാ, ഇത്ര സ്നേഹത്തോടെ വിളിക്കുന്നതല്ലേ. വാ, നല്ലൊരു കൈയടി. ആ ചേട്ടന്റെ വരവ് തന്നെ കണ്ടോ, എന്തൊരു പ്രൗഢഗംഭീരമായ വരവ്. നല്ലൊരു മ്യൂസിക് ബാഗിട്ട് കൊടുത്തേ. ഇവിടുന്ന് അങ്ങോട്ടൊന്ന് നടന്ന് ഈ വരവ് അങ്ങോട്ട് അങ്ങോട്ട്. ഏതൊരാളുടെയും ആഗ്രഹമാണ് ചേട്ടാ ഒരു സൂപ്പർ സ്റ്റാർ ആവുക എന്നുള്ളത്. ചേട്ടന്റെ ഒരു ഇൻട്രഡക്ഷൻ എന്തായാലും ഗംഭീരമായി. ഇച്ചിരി പുറകോട്ട് നിൽക്കാം ചേട്ടാ. ചേട്ടാ, ഇന്ന് നമ്മുടെ കുട്ടികള് മലയാളം മറന്നേ പോകുന്നൊരു, മലയാളം സംസാരിക്കുന്നതന്നെ നാണക്കേടാണ് ഇന്ന് പലർക്കും. ശരിയല്ലേ? പക്ഷേ ചേട്ടൻ അങ്ങനെയല്ല, ചേട്ടന്റെ മക്കളും അങ്ങനെയല്ല. ചേട്ടൻ ഇപ്പൊ ഈ നിലമ്പൂരുകാർക്ക് ഒരു മാതൃകയാവാൻ പോവാണ്. എങ്ങനെയാണ്? ഞാൻ ഈ പറയുന്ന വാക്ക് വളരെ സ്പീഡിൽ ചേട്ടൻ പറയാൻ പോവുകയാണ്. ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ. വളരെ സ്പീഡില് പറഞ്ഞാ ചേട്ടന് നല്ലൊരു കൈഡി. ചേട്ടന്റെ വെൺമേറിയ പല്ലൊന്ന് കാണട്ടെ. ആഹാ, ഉറപ്പിച്ചു. ചേട്ടൻ അസലായിട്ട് മലയാളം സംസാരിക്കും. നമുക്ക് നോക്കാം. ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ. ഞാൻ ഈ നാട്ടുകാരനല്ല. ഈ നാട്ടുകാരനാവണമെന്നില്ല. നമ്മുടെ കേരളത്തിൽ എല്ലാവരും സംസാരിക്കുന്ന ഈ ഒരു ഭാഷ തന്നെയാണ്. നിലമ്പൂരുകാർക്ക് പ്രത്യേകിച്ച് ഭാഷ വല്ലതും ഉണ്ടോ? ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു. ചേട്ടന്റെ ജീവിതത്തിൽ ഇതേപോലെ ഒരു കൈഡി ഇനി കിട്ടിയല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞു. ചമ്പക്കര തങ്കപ്പൻ എന്തൊരു എളുപ്പമാണ്. റെഡി? അയ്യോ, ചതിക്കരുത്. ഈ വയസ്സുകാലത്താ ചതിക്കരുത്. ചമ്പക്കര. അത് ശരി, ചമ്പക്കര തങ്കപ്പൻ. പോട്ടെ, ഇനി വിട്ടേരെ. എന്തായാലും ചേട്ടന് ഇപ്പൊ ഞാനൊരു അവസരം തരികയാണ്. ചേട്ടന്റെ ഭാര്യയും മക്കളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അവരൊക്കെ കണ്ട് ഞെട്ടണം. എന്റെ ചേട്ടനാണോ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് എന്നവര് അതിശയിക്കണം. എന്നിട്ട് ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ ചേട്ടനെ ആരാധകരെ കൊണ്ട്, അയ്യോ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നാ? അല്ല, എന്തായാലും നല്ല കാര്യം. ഞാൻ എങ്ങനെ ചേട്ടനെ മനസ്സിലായി എനിക്ക് ചേട്ടൻ മുനിസിപ്പൽ ചെയർമാൻ ആണെന്ന്? അതാണ് ചേട്ടന്റെ ഇങ്ങനെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതേപോലെ എനിക്ക് മനസ്സിലായി. എന്തായാലും ചേട്ടന് സന്തോഷം വരും. ഇവിടെ ആരും മൈക്കിൾ ജാക്സനെ പോലെ ഡാൻസ് പഠിച്ചവരൊന്നുമല്ല. നമുക്കൊക്കെ സന്തോഷം വരുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഡാൻസ് ചെയ്യുന്നു. അതേപോലെ ചേട്ടൻ ഇപ്പൊ എന്ത് തോന്നുന്നു? ചേട്ടൻ ഇപ്പൊ അടുത്ത ഇലക്ഷനിൽ മന്ത്രിയായെന്ന് വിചാരിച്ചോ? അപ്പൊ ചേട്ടൻ എങ്ങനെ ഡാൻസ് ചെയ്യാൻ തോന്നും? അത് ഇതുപോലെ ഒന്ന് കാണിച്ചാൽ മതി. റെഡി? തുടങ്ങാം. ചേട്ടൻ വാ. റെഡി? കറുപ്പതാ എനക്ക് പിടിച്ച കളറ്, അവ കണ്ണ് രണ്ടു എന്ന മയക്ക് 1000 വാട്ട്സ് പവർ. കറുപ്പതാ എനക്ക് പിടിച്ച കളറ്, കറുപ്പതാ എനക്ക് പിടിച്ച കളറ്, അവ കണ്ണ് രണ്ടു എന്ന മയക്ക് 1000 വാട്ട്സ് പവർ. കറുപ്പതാ എനക്ക് പിടിച്ച കളറ്. சாமி கருப்பதா, சாமி சரையு கருப்பதா, ஞான கருப்பதா, கையில கருப்பதா, என்ன ஆசைப்பட்டு கொஞ்சம் போதும். குதிரை மீச கருப்பதா, அழகு கருப்பதா.
വലിയ സമ്മാനം കൊടുക്കായിക വയ്യ. ഇത്ര വലിയ പദവിയിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിലും ഒരു മടി കൂടാണ്ട് ഞാൻ വിളിച്ചപ്പോൾ സ്നേഹത്തോടെ വന്നു. നമ്മളൊക്കെ ജീവിക്കുന്ന സന്തോഷിക്കാൻ വേണ്ടിയല്ലേ അല്ലേ? ഒരു മസിൽ പിടുത്തവും ഇല്ലാണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് നല്ല മനസ്സിന്റെ ഒരു ചേട്ടൻ എന്താ ഇപ്പൊ സമ്മാനം കൊടുക്കുക? നിങ്ങളുടെ ഇടയിൽ നിന്നും ഇവിടെ മുനിസിപ്പൽ കൗൺസിലർ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ചെയർമാന്മാര്, ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു ഏതൊരു നേതാവിന് ചേച്ചിനെ ആരെങ്കിലും, ഈ 4 ചേച്ചിമാരെ ഇരിക്കുന്നതിൽ ആരെങ്കിലും വിളിച്ചേ? ആരെയാ? വരൂ. ചേച്ചിയല്ല, ഒരു ചേട്ടനെ തന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. വലിയ സമ്മാനമൊന്നും വേണ്ട ഏട്ടാ. ആ മൊബൈൽ ഫോണോ സ്വർണ്ണമാലയോ വാച്ചോ എന്തെങ്കിലും. ചെയർമാൻമാരുടെ ചെയർമാൻ. ഓക്കെ, എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനം ആയിക്കോട്ടെ. നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഇനി എനിക്ക് പിന്നെ തരാം. ഓക്കെ ഏട്ടാ, താങ്ക് യു. അടുത്തത് 2 അടിപൊളി പാട്ടുകൾ കേട്ടു. ഇനി പാട്ടല്ല, പാട്ടുകളാണ് ഞാൻ പാടാൻ പോകുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, നിലമ്പൂരുകാര് എല്ലാ ടൈപ്പ് പാട്ടും ഇഷ്ടപ്പെടുന്നവരാണ്. അടിപൊളി പാട്ട് കൂടുതലും മെലഡിയും അതേപോലെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്രയോ ആൽബങ്ങൾ നിങ്ങൾ തന്നെ ഇറക്കുന്നു, നിങ്ങൾ ആസ്വദിക്കുന്നു, നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. സംഗീതത്തിന്റെ ഇസൈജ്ഞാനി ഇളയരാജ സാറിന്റെ ഏതാനും ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ചെയിൻ സോങ്ങിലോട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. இளைய நிலா பொழிகிறதே இதயம் வரை நனைகிறதே ஊலா போகும் மேகம் கனகானவே விழா காணதே வானவே இளைய நிலா பொழிகிறதே இதயம் வரை நனைகிறதே ஊலா போகும் மேகம் கனகானவே விழா காணவே வானவே இளைய நிலா பொழிகிறதே இதயம் வரை நனைகிறதே. ഞാൻ പാടുന്നതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടഗാനമാണെങ്കിൽ കൈയടി.
இஞ்சீடு பழகா மஞ்ச சேவ பழகா கள்ளச்சீரி பழகா மறக்க மனம் കൂട് നിലമ്പൂരുകാർ പാട്ടുകാരില്ലേ മറക്ക മനം കൂട് തില്ലയേ സുന്ദരി ഒന്നൊരുങ്ങിവാ നാളെയാണ്
കാലത്തു നീ എന്റെ ചാരത്തു വന്നെങ്കിലും സുന്ദരേ സുന്ദരേ താഴത്തും വെക്കാതെ തോളത്തും വെക്കാതെ മീനാക്ഷിയായെങ്കിൽ നീ ആരോരുമില്ലാത്ത കാലത്തു നീ എന്റെ ചാരത്തു വന്നെങ്കിലും സുന്ദരേ സുന്ദരേ താഴത്തും വെക്കാതെ തോളത്തും വെക്കാതെ മീനാക്ഷിയായെങ്കിൽ നീ പാലാടിയ പൂവത്തിൽ നീ എങ്ങനെ പാവങ്ങളെ പഞ്ചാമൃതമായി സുന്ദരി സുന്ദരി നാളെയാണ് താലിമംഗലം കൊണ്ടോട്ടമോടുന്നോരോട്ടോ കുടുംബത്തിനുണ്ടായ സൗഭാഗ്യമേ സുന്ദരേ സുന്ദരേ കഞ്ഞിക്ക് ഞങ്ങൾക്ക് കഞ്ഞത്തമേകാത്ത സാധാരണ പൂർണേശ്വരി നീ എന്തിനു വയ്യാ തുടങ്ങേറിന് കയ്യാങ്കളി കൂട്ടും സുന്ദരി സുന്ദരി നാളെയാണ് താലിമംഗലം സുന്ദരി സുന്ദരി നാളെയാണ് താലിമംഗലം വരന്റെ പെങ്ങളായി വേണം ചടങ്ങ് മോടിയാക്കുവാൻ അതുകിതുകിൽ ചിറകടിച്ചു പലയിടങ്ങളിൽ പറവറക്കണം സുന്ദരി സുന്ദരി നാളെയാണ് താലിമംഗലം സുന്ദരി സുന്ദരി നാളെയാണ് താലിമംഗലം നാളെയാണ് താലിമംഗലം നാളെയാണ് താലിമംഗലം നാളെയാണ് താലിമംഗലം നാളെയാണ് താലിമംഗലം നാളെയാണ് താലിമംഗലം. Thank you. Oh yeah! Chakandabuta! Oh oh oh! Hey! Oh oh oh! Oh oh oh! Oh yeah! Oh oh oh! चिट्ठी जो तूने काटी है जोड़ी से काटी है यहाँ बहार रूठी हूँ मैं तुझसे रूठी हूँ मुझे मना लेना और जाने जा छेड़ेंगे हम तुझको लड़की तो है बड़ी बुम्बाट उलाला 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 तू है मेरी फैंटेसी तूने तो दिल ने मारी सीटी दे इन गालों में एक पप्पी मीठी मीठी हुआ तो तूने तो दिल ने मारी सीटी दे इन गालों में एक पप्पी मीठी मीठी यौवन तेरा सावन भरा भीग गया दिल ये मेरा तूने ही बरसात कराई क्या करे ये यौवन बेचारा 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 उलाला 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 तू है मेरी फैंटेसी अब मैं जवान हो गई
எத்தனையோ பெண்கள் உண்டு, ஆனாலும் அசைந்து விட்ட அழகினிலே இவளை கண்டு, அழகினிலே இவளை கண்டு.
ചേട്ടാ, ഈ നിലമ്പൂര് ഭാഗത്തെങ്ങാനും വല്ല യക്ഷിയുടെ വല്ലോ ശല്യമുണ്ട്? യക്ഷി, പ്രേതം, ഭൂതം, കുട്ടിപ്പിശാച, ചാത്തൻ സേവ, അങ്ങനെ എന്തെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിശ്വസിക്കുന്നവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കഥ പറയായിക വയ്യ. അതെ, ആ കീബോർഡ് വായിക്കുന്ന ലിജോയുടെ വായന എന്നെ അറിയാണ്ട് ഒരു കാതികയുടെ മേലങ്കി അണിയിക്കാൻ പ്രേരിപ്പിച്ചു പോയി. സുഹൃത്തുക്കളെ, കാതികയുടെ മേലങ്കി അണിയിക്കാൻ പ്രേരിപ്പിച്ചു പോയി. അതേ സുഹൃത്തുക്കളെ, 1980 എന്നൊരു കാലഘട്ടത്തിൽ നിലമ്പൂരിനടുത്ത് ഏകദേശം വണ്ടൂര് എന്നൊരു സ്ഥലത്ത് ഒരു അതിസുന്ദരിയായ പെൺകുട്ടി താമസിച്ചിരുന്നു. അവളുടെ പേരാണ് കള്ളിയങ്കാട്ട് നീലി. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളം എന്നൊരു ഈ മലയാളം നാട്ടിലെ ഒരു കൊച്ചു വള്ളിക്കുടിലായിരുന്നു നമ്മുടെ കഥാനായിക തുള്ളിക്കളിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെ തത്തിക്കളിച്ചുകൊണ്ടിരുന്നത്? എങ്ങനെ അതെ, അങ്ങനെ തത്തിക്കളിച്ചുകൊണ്ടിരുന്ന വേളയിൽ ആ നാട്ടിലെ ഗ്രാമവാസികളെല്ലാം അവളുടെ അഭൗമ സൗന്ദര്യത്തിൽ അതീവ ആകർഷവതരായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ആ കൊച്ചു സുന്ദരി അതിദാരുണമായി കൊല്ലപ്പെടുകയുണ്ടായി. എങ്ങനെ കൊല്ലപ്പെട്ടെന്ന് ഇപ്പോഴും ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. CBI ഇപ്പോഴും ഭയങ്കര അന്വേഷണത്തിലാണ്. പക്ഷേ അന്ന് കളിയങ്കാട്ട് നീലി പാടി നടന്നിരുന്ന ഗാനം ഇന്നത്തെ ചെറുപ്പക്കാരുടെ ചുണ്ടുകളിലും പൂത്തുവിടർന്ന് വിലസിച്ച് നിൽക്കുന്നു. ആ ഗാനം വെറും 5 മിനിറ്റത്തേക്ക് കളിയങ്കാട്ട് നീലിയുടെ ആത്മാവിനെ ഞാൻ എന്നുള്ളിലോട്ട് ആവഹിച്ചുകൊണ്ട് ഇവിടെ കളിയങ്കാട്ട് നീലിയായി മാറാൻ പോവുകയാണ്. എനിക്ക് വേണ്ടത് തമാശയ്ക്ക് വേണ്ടിയല്ല, സീരിയസ് ആയിട്ട് ഒന്ന് ക്യാമറയുടെ മുന്നിലോ അല്ലെങ്കിൽ നിലമ്പൂരിന്റെ അഭിമാനമായിട്ട് എനിക്കൊന്ന് മാറണം. എനിക്കും മമ്മൂക്കയും ലാലേട്ടനെയും പൃഥ്വിരാജിനെ പോലെയൊക്കെ ആവണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു കലാകാരന് വേദിയിലോട്ട് വരാം. ശരിയായില്ലെങ്കിൽ നമ്മൾ അടുത്തയാളെ വിളിക്കും. അവര് അഭിനയിക്കണം. കള്ളിയങ്കാട്ട് നീലിയെ നേരിട്ട് കണ്ടിട്ട് അവര് പേടിച്ച് അഭിനയിക്കണം. ഒരു 50 വയസ്സിൽ മേലെ പ്രായമുള്ള ആളെ കിട്ടിയ അത്ര നല്ലത്. അമ്പത് വയസ്സ് മോനെ, നിങ്ങളൊക്കെ തമാശ കളിക്കുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അടിച്ചുപൊളിപ്പാട്ടിന് വിളിക്കാം, വേറെ അടിച്ചുപൊളിപ്പാട്ടിന് വിളിക്കാം. സത്യസന്ധമായി മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരാളുണ്ടാവും ഇവിടെ, തീർച്ചയായിട്ടും അവർക്ക് എണീറ്റ് വരാം. പണ്ട് നാടകത്തിലോ സ്കൂളിലോ ഒക്കെ നാടകത്തിൽ അഭിനയിച്ചതിന് ശേഷം എനിക്കൊരു വേദി കിട്ടിയിരുന്നെങ്കിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളാവണം. ആരാണ് ഇത്ര ദൈവമേ, നിലമ്പൂർ ഇത്ര കലാകാരന്മാരുണ്ടായിട്ടില്ലേ? നമ്മുടെ ഇഞ്ചിമുട്ടായി വിൽക്കുന്ന ചേട്ടനെനിക്ക് വന്നേ. ചേട്ടൻ ഇത് അഭിനയിക്കുവാണെങ്കിൽ ഈ ഇരിക്കുന്ന എല്ലാവരും ചേട്ടന്റെ ഇഞ്ചിമുട്ടായി മേടിച്ചിരിക്കും. നോക്കട്ടെ, നല്ല പരിചയം ചേട്ടനെ. കൊടക്കച്ചറ, അത് ശരി, പാലാക്കാരനാണ്, നമ്മുടെ വീടിന്റെ അടുത്തുണ്ടായിരുന്നത്. അതാണ് ചേട്ടൻ എങ്ങനെ നിലമ്പൂര് വന്നു എന്ന് ഞാൻ ആലോചിച്ചത്. കൂട്ടത്തിൽ വന്ന അല്ലേ? ശരി. പിന്നെ വേറെ ആരാ? അയ്യോ, സമയം കളയല്ലേ. ചേട്ടാ വാ. ഒരു ചേട്ടനെ കിട്ടി, നല്ലൊരു ഗൈഡ് കൊടുക്കാം. കണ്ടാലേ അറിയാം, ഒരു ഉഗ്ര നാടക നടനാ വരുന്നത്. ആഹാ, ചേട്ടന്റെ പേര്? രാജു. എന്റെ പേര് രാജു. പണ്ട് നാടകത്തിലൊക്കെ ഒരുപാട് അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടല്ലേ? അതേ ശബ്ദത്തിൽ ഇവിടെ ഒരു ചെറിയൊരു അനൗൺസ്മെന്റ്. പ്രിയ കലാസുഹൃത്തുക്കളെ, നമ്മളുടെ റിനി ടോമിയുടെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വന്നിരിക്കുന്നുണ്ട്. ആ കൂടെ ഞാനും സഹകരിക്കാൻ വേണ്ടിയിട്ട് ഇതാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. അടുത്തൊരു ബെല്ലോടുകൂടി ഈ ഗാനം ആരംഭിക്കാം അല്ലെ? ചേട്ടനെങ്കിൽ പോരെ.
അപ്പൊ ഇവിടെ എല്ലാം ചേട്ടന്റെ സ്വന്തം ആൾക്കാരാണ്. നല്ല പ്രോത്സാഹനം കൊടുക്കുക. അറിയാലോ, ചേട്ടൻ കുറെ നാൾ കൂടി സ്റ്റേജിൽ കയറുന്നതാണ് അഭിനയിക്കാൻ. സിറ്റുവേഷൻ ഇതാണ്. ചേട്ടന്റെ സ്വന്തം നാട് എവിടെയാണ്? നിലമ്പൂർ തന്നെയാണോ? ആ, കോട്ടയംകാരനാണ്. അത് ശരി. ശരി. അപ്പൊ എന്തായാലും കോട്ടയത്ത് ഒരു റബ്ബർ തോട്ടത്തിന്റെ ഇടയിലൂടെ ചേട്ടൻ ഒരു 3 മണിക്ക് ചൂട്ടും കത്തിച്ച് നടന്നു പോകും. പുറകിൽ നിന്നൊരു വിളി. ചേട്ടന്റെ പേര് രാജു. രാജു ചേട്ടാ എന്നൊരു വിളി. അങ്ങനെയുള്ള അവസരത്തിൽ ചേട്ടൻ പേടിക്കുന്ന അഭിനയിക്കണം. ഇവിടെ കാണിക്കണം കേട്ടോ. അങ്ങോട്ട് തിരിഞ്ഞു നിന്നോ ചേട്ടൻ. പച്ച, മഞ്ഞ, ചുവപ്പ് ലൈറ്റുകളെല്ലാം ഇടുക. കള്ളിയങ്കാട് നീരിക്ക് ആവശ്യമായ പുക ഉണ്ടെങ്കിൽ അത് നൽകുക. അതുപോലെ തന്നെ 10 വയസ്സിൽ താഴെ പ്രായമുള്ള കൊച്ചുകുട്ടികളെ, മാതാപിതാക്കളെ പേടി തട്ടാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളുക. ചുണ്ണാമുട്ടോ കയ്യിൽ നിഴലാ
രണ്ടുപേരും കൂടെ